നമ്മുടെ പെരുന്ന സുഖുവിൻ്റെ നിലവിളി കേൾക്കുമ്പോൾ കാതിനെന്തൊരു ഇമ്പമാണെന്നോ. കാരണം എല്ലാവരെയും അപമാനിച്ച് ഒരു ദുശകനം പോലെ ആയിരിക്കുന്ന ഈ മനുഷ്യൻ ഇപ്പം നെഞ്ചത്തടിച്ച് കരയുകയാണ്. കാരണം നമ്മൾ ഈ സ്വകാര്യമായിട്ട് നമുക്കൊരു അപമാനമൊക്കെ കിട്ടിയാൽ അഭിമാനമുള്ളവർ, ആത്മാഭിമാനമുള്ളവർ അത് പുറത്തു പറയാതെ സൂക്ഷിക്കും. സുകുമാരൻ നായർ എന്താ പറയുന്നത്? എന്നെ സതീശൻ അപമാനിച്ചു, നേരത്തെയും പറഞ്ഞു. ഇപ്പൊ പറയാണ്, ഞാൻ 2 തവണ സതീശനെ കാണാൻ വേണ്ടി ശ്രമിച്ചു. 2 തവണയും പോയി പണി നോക്ക്, തന്നെ കാണാൻ സൗകര്യമില്ല എന്ന് സതീശൻ പറഞ്ഞു എന്ന തരത്തിലാണ് സുകുമാരൻ നായർ പറയുന്നത്. ആദ്യം ഒരു തവണ കാണാൻ ശ്രമിച്ചിട്ട് അനുവാദം കിട്ടിയില്ല എന്ന വാർത്ത നമ്മൾ കേട്ടു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും ശ്രമിച്ചു എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയാണ്. മാനാഭിമാനമുള്ളവർ ഒരു തവണ അപമാനിക്കപ്പെട്ടാൽ പിന്നെയും അവിടെ തിണ്ണ നിരങ്ങാൻ പോകുമോ സുകുമാരൻ നായരെ? നിങ്ങൾ പെരുന്നേലെ പോപ്പാണെന്നല്ലേ പറയുന്നത്? എന്നിട്ട് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നോക്കൂ. അദ്ദേഹം പറയുകയാണ്, ഞാൻ 2 തവണ അനുവാദം ചോദിച്ചിട്ട് അനുമതി നിഷേധിച്ചത് ശരിയോ എന്ന് സതീശൻ ആലോചിക്കണം. സതീശൻ ആലോചിക്കണം. ഇത് മാത്രമല്ല, അദ്ദേഹം പറയുകയാണ്, സതീശൻ്റെ നടപടികൾ ശരിയാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനങ്ങൾ വിലയിരുത്തിയിട്ട് പറഞ്ഞു കണക്കായി പോയി എന്ന് പറഞ്ഞു. അല്ല, ജനങ്ങളുടെ ഈ വിലയിരുത്തൽ സതീശൻ്റെ കാര്യത്തിൽ മാത്രം നടത്തിയാൽ മതിയോ? രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഭാരത കേസരി മന്നത്തപ്പനെ കാണാൻ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തിന് തൊട്ടടുത്ത് വിമാനമിറങ്ങിയിട്ട് അങ്ങോട്ട് വരാൻ നോക്കിയപ്പോൾ കേറഡ എന്ന് പറഞ്ഞ സുകുമാരൻ നായരെ ജനങ്ങൾ അതെങ്ങനെ വിലയിരുത്തി എന്ന് ഇയാൾക്കറിയാമോ? കുറഞ്ഞപക്ഷം നായന്മാരെങ്കിലും മന്നത്ത് പത്മനാഭന്റെ സമാധിയിലേക്ക് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വരിക എന്ന് പറഞ്ഞാൽ മന്നത്തപ്പൻ ആദരിക്കപ്പെടുക മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ നായർ സമുദായാംഗങ്ങളും കൂടി ആദരിക്കപ്പെടുകയാണ്. അതിനെ ജനങ്ങൾ വിലയിരുത്തണ്ടേ? ഇയാൾ കാണിച്ചിട്ടുള്ള ചെറ്റത്തരങ്ങളുണ്ടല്ലോ, അഹങ്കാരത്തിൻ്റെ ആൾരൂപം പോലെ പ്രവർത്തിച്ച് ആരെയൊക്കെ അപമാനിച്ചു. ഈ രാജ്യത്തെ പൊതുപ്രവർത്തകനാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടനാണ്, ഈ രാജ്യത്തെ MP ആണ്, ഈ രാജ്യത്തെ മന്ത്രിയാണ്. സുരേഷ് ഗോപി വന്നപ്പോൾ ഇയാൾ എന്താണ് സുരേഷ് ഗോപിയെ അപമാനിച്ചത് വഴി ജനങ്ങൾ വിലയിരുത്തണ്ടേ? ഇനി പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായിരുന്ന നല്ല ഒന്നാം തരം നായരായ CV ആനന്ദബോസ് ഗവർണർ, രാജ്യത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കഴിഞ്ഞ പ്രോട്ടോക്കോൾ അനുസരിച്ച് 3-ാം സ്ഥാനം ഗവർണർക്കാണ്. ഗവർണർ അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ നോ എന്ന് പറഞ്ഞില്ലേ? ജനങ്ങൾ വിലയിരുത്തണ്ടേ? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മര്യാദകേടോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് സതീശനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യത്തെ അത്യുന്നത പദവികൾ വഹിക്കുന്ന ആളുകളോട് സുകുമാരൻ നായരെ ഇയാൾ ചെയ്തത് ശരിയോ എന്ന് ജനങ്ങൾ പരിശോധിക്കണ്ടേ? ആരുടെ അച്ചി വിട്ടിന്ന് കിട്ടിയ സമ്പത്തൊന്നും അല്ലല്ലോ നായർ സമുദായത്തിൻ്റെ ആസ്ഥാനം, മന്നത്തപ്പൻ്റെ സമാധി സ്ഥലം, സ്മൃതി മണ്ഡപം അല്ലല്ലോ, NSSൻ്റെ അല്ലേ? NSS എന്ന് പറയുന്നത് സുകുമാരൻ നായരുടെ തറവാട്ട് സ്വത്താ. ഈ നാട്ടിലെ പാവപ്പെട്ട നായന്മാർ നായർ വൃത്യജന സംഘം എന്ന പേരിൽ ആദ്യം മന്നത്താചാര്യൻ ഉണ്ടാക്കിയ, പിന്നീട് NSS ആയി മാറിയ പ്രസ്ഥാനത്തെ പോറ്റി വളർത്താൻ അരി കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, നാളികേരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണ് NSS. അങ്ങനെ ഉണ്ടാക്കിയതാ. അത് മുഴുവൻ ഒരു കടൽക്കിഴവനെ പോലെ കയറിയിരുന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇയാൾ ഒരു സ്വകാര്യ മുതലാളിയെ പോലെ ഒരു പൊതുസ്ഥാപനത്തെ, ഒരു സമുദായ സ്ഥാപനത്തെ സ്വന്തം ഗ്രഹം പോലെ കൈകാര്യം ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ളവർ മാത്രം കയറിയാൽ മതി എന്ന് പറയുന്നത് അതല്ലല്ലോ. നായർ സമുദായത്തിലെ അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാണോ ഉപരാഷ്ട്രപതിക്ക് നോ പറഞ്ഞത്, സുരേഷ് ഗോപിക്ക് നോ പറഞ്ഞത്, ഗവർണർക്ക് നോ പറഞ്ഞത്? ഇപ്പോൾ തനിക്ക് കിട്ടിയപ്പോൾ തനിക്ക് പൊള്ളുന്നുണ്ടല്ലേ? എനിക്ക് VD സതീശനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതുപോലെ അഹങ്കാരിയായ ഒരു മനുഷ്യനോട് 2 തവണ നോ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇരട്ടച്ചങ്കൻ സതീശനാണ്. ഒരു തർക്കമില്ല. സതീശനെ കുറിച്ച് ആരെന്താക്ഷേപം പറഞ്ഞാലും ഇങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ ദുരയുടെ മൂർത്തിമത് രൂപമായ മനുഷ്യനെ എനിക്ക് കാണണ്ട എന്ന് പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിയുമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ തണ്ടലിൻ്റെ ബലം കാണിക്കുന്നതാണ്. ഒരു തർക്കമില്ല. സതീശൻ നായരാണ്, നല്ല ഒന്നാം തരം മേനോനാണ്. നായന്മാർ മുഴുവൻ ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായരുടെ വാല കെട്ടിക്കഴിയുന്നവരൊന്നുമല്ല.
ആത്മാഭിമാനമുള്ളവർ അവർ കൂട്ടത്തിലുണ്ട്. ഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. ഇനി സുകുമാരൻ നായരുടെ ശിങ്കിടികളായി നടക്കുന്ന കുറേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അപ്പക്കഷ്ണം കിട്ടാൻ വേണ്ടി കൂടെ നടക്കുന്നവരുണ്ടാവാം. പിന്നെ NSSൻ്റെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത്, അതിന് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരാൾ അവിടെ കയറിപ്പോയാൽ പിന്നെ ചത്ത ഒഴിയത്തുള്ളൂ, മാറത്തില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഭരണഘടനയും സംവിധാനവും ഒക്കെ. അതിപ്പോൾ എന്ത് ചെയ്യാനാണ്? അത് അനുഭവിക്കുക. പണ്ട് MC ജോസഫും പറഞ്ഞ പോലെ എന്നാ അങ്ങ് അനുഭവിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു ജനറൽ സെക്രട്ടറി കെട്ടി ഇങ്ങനെ ചുമന്ന് അനുഭവിച്ച് സമുദായം ഇങ്ങനെ നാറി പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താണ് സുകുമാരൻ നായർക്ക് കുരുപൊട്ടാൻ കാരണം? ഹിന്ദു ഐക്യവേദി അതിൻ്റെ നേതാക്കന്മാർ RV ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ സതീശനെ കണ്ടു. സതീശനോട് അനുവാദം ചോദിച്ചു, അനുവാദം കിട്ടി, കണ്ടു. അപ്പോൾ സുകുമാരൻ നായർക്ക് കുരുപൊട്ടി. അല്ല, ഹിന്ദു ഐക്യവേദിക്കാരെ കാണാക്കി പിന്നെ എൻ്റെ കണ്ടുകൂടെ? ഹിന്ദു ഐക്യവേദിക്കാർ ഇങ്ങനെ ആളുകളെ ആട്ടിപ്പായിക്കാനിരിക്കുകയല്ല. അത് ഒരു ജാതി സംഘടനയല്ല. ഹിന്ദു സമുദായത്തിലെ വിവിധ സമുദായങ്ങൾ. നിങ്ങളുടെ നായന്മാരുടെ പ്രതിനിധി ഉണ്ടോ അതിനകത്ത്? ഇയാൾ വിടത്തില്ലല്ലോ. ഇദ്ദേഹം NSSനെ സമദൂരത്തിൽ നിർത്തിയിരിക്കുകയാണ്. സമദൂരം കണ്ടതാണ്. പിണറായി വിജയന് മണിയടിക്കുന്നതായിരുന്നു അവസാന സമദൂരം. പിണറായി വിജയന് വേണ്ടി മണിയടി, അതായിരുന്നു അവസാന സമദൂരം. അതിന് കാരണമൊക്കെ അറിയാം. ധനലക്ഷ്മി ബാങ്കിലെ കഥയും വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി നേടിയെടുത്തത് ആർക്കാടതും അതിൻ്റെ പേരിൽ പണി പോയതും ചെയ്ത ഇത്രയും കാലത്തെ 10-15 വർഷക്കാലത്തെ ശമ്പളം അങ്ങോട്ട് കെട്ടാൻ പറഞ്ഞതൊക്കെ ആരുടെയാണെന്ന് ഈ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. അത് രക്ഷിക്കാൻ വേണ്ടി, ക്രിമിനൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി വാസവൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി നടത്തിയ ഇടപാടുകളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് സമദൂരം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ശരിദൂരം എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ കൃത്യമായിട്ടറിയാം. കേരളത്തിലെ ഏറ്റവും വിലയിടിഞ്ഞ ഒരു ചരക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് റബ്ബറല്ല, പെരുന്നയിലെ പോപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അത്ര മോശവും മ്ലേച്ഛവുമാണ്. ഒരിക്കലും കരുതിയിട്ടില്ല സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ NSSൻ്റെ തമ്പ്രാൻ അവിടെ കസേരയിൽ ഇരുന്നിട്ട് വെറ്റിലയൊക്കെ മുറുക്കി അങ്ങനെ ഒരു തുപ്പൽ കോളാമ്പിയായിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ സതീശൻ വരുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഇങ്ങനത്തെ സ്വഭാവത്തിന് മുഖ്യമന്ത്രി വരുമ്പോൾ എണീക്കത്ത് പോലുമില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഇദ്ദേഹം ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി എണീറ്റില്ലെന്ന് എന്ന് പറയും. കാരണം നന്നായി കേട്ടോ, സതീശൻ കാണാത്ത വളരെ നന്നായി. കാരണം ഇദ്ദേഹം അങ്ങോട്ട് മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചിട്ട് അങ്ങോട്ട് എഴുന്നള്ളി വരുമ്പോൾ സതീശൻ എണീറ്റ് നിന്ന് നമസ്തേ പറഞ്ഞില്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ആദരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഇറക്കും. പിന്നെ ഇപ്പോൾ വേറെ രസകരമായൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് CM-നെ കാണാൻ ആഗ്രഹിച്ചു, നടന്നില്ല. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. CM-ൻ്റെ അടുത്ത് നിന്ന് കാണാൻ ഉദ്ദേശിച്ച ലക്ഷ്യമുണ്ടല്ലോ, അത് വേറെ വഴിക്ക് സാധിക്കും. അപ്പോൾ CM-നെ കാണാൻ തീരുമാനിച്ചത്, സതീശനെ കാണാൻ തീരുമാനിച്ചത് ചുമ്മാതല്ല. ആശാൻ എന്തോ സാധിക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്ത് സാധിക്കാനാണെന്ന് അറിയില്ല, എന്തോ സാധിക്കാനുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം വേറെ വഴിക്ക് സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ വേറെ മുഖ്യമന്ത്രി ഉണ്ടോ? മുഖ്യമന്ത്രിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യം നടപ്പാക്കി കിട്ടാനാണല്ലോ മുഖ്യമന്ത്രിയെ കാണുന്നത്. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല. എന്താ പിന്നെ അത് വേറെ വഴിക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിന് വേറെ മുഖ്യമന്ത്രി ഉണ്ടോ? പിണറായി വിജയൻ്റെ അടുത്ത് പോയാൽ മതി, മുൻ മുഖ്യമന്ത്രി. അവിടെ സാധിച്ചു കിട്ടുമായിരിക്കും. അതല്ല പിന്നെ തൊട്ടടുത്ത് പോയി തമിഴ്നാട്ടിൽ പോയ വിജയുണ്ട്, അവിടെ സാധിക്കാം. എന്തായാലും അദ്ദേഹത്തിന് സാധിക്കാൻ മുഖ്യമന്ത്രി ഒരു വെല്ലുവിളിയാണ്. സതീശനെ കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യം സതീശൻ സാധിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് സാധിച്ചു തരാൻ വേറെ ആളുണ്ട് കേട്ടോ എന്ന് പറയുന്നത് പോലെയാണിത്. എനിക്കറിയില്ല അദ്ദേഹം പറയുന്നത് എന്താണെന്ന്. എത്ര വലിയ വൈരുദ്ധ്യങ്ങളാണ്. മുഖ്യമന്ത്രിയെ കാണണം, 2 തവണ അനുവാദം ചോദിച്ചു. അത്ര പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് 2 തവണ. ഒരു തവണ നാണം കെട്ടിട്ട് പിന്നെയും ചോദിച്ചത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. എന്നിട്ടും സമ്മതിച്ചില്ല. ഇപ്പോൾ പറയുകയാണ് 2 തവണ എന്നെ ആട്ടിവിട്ടു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സാധിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് സാധിച്ചു തരാൻ വേറെ ആളുണ്ടെന്ന്. ആ ആൾ ആരാണ്? കേരളത്തോട് പറയണം, മിനിമം നായന്മാരുടെങ്കിലും പറയണം. സതീശൻ വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യം സുകുമാരൻ നായർക്ക് സാധിച്ചു കൊടുക്കുന്ന മറ്റൊരാൾ ആരാണ്? ന്യായമായ ചോദ്യമല്ലേ? ഏതായാലും ഇരുട്ടത്ത് കിട്ടിയ അടി ആരും പുറത്തു പറയത്തില്ല എന്നാണ് പറയുന്നത്. സുകുമാരൻ നായരെ സതീശൻ ഒരു തവണ അപമാനിച്ചു വിട്ടു, കാണണ്ട എന്ന് പറഞ്ഞു. അപമാനിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. സതീശൻ അങ്ങനെ ആരെയും അപമാനിക്കുകയൊന്നുമില്ല. കാണണ്ട എന്ന് പറഞ്ഞു കാണും, അത് ഇദ്ദേഹത്തിന് അപമാനകരമാണ്. പക്ഷേ രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോഴും നോ എന്ന് പറഞ്ഞതും പുറത്ത് പറഞ്ഞ് നടക്കുന്നത് സഹതാപം പിടിച്ചു പറ്റാനാണോ? ഒരു സഹതാപവും ആർക്കും ഇല്ല, നന്നായി എന്നേ പറയത്തുള്ളൂ. സതീശൻ ഇനി നോ പറഞ്ഞാലും നായന്മാർ കൈയടിക്കും, കേരളവും കൈയടിക്കും. കാരണം കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട
കഥാപാത്രങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ അതിൽ ഒന്നാമത്തെ പേര് ബഹുമാന്യനായ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്കാണ് എന്ന് അങ്ങ് ദയവായി ഓർക്കണം. അങ്ങയോടൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല കേട്ടോ. കാരണം അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശമാണ്. കേരളമൊക്കെ ഒരുപാട് മാറിപ്പോയി. നാട്ടിലെ ആളുകളൊക്കെ മാറിപ്പോയി. നായന്മാരും മാറിപ്പോയി. ഹിന്ദുക്കളും മാറിപ്പോയി. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാം അക്കൗണ്ടബിളാണ്. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും രാമനാമമൊക്കെ ജപിച്ച് ഇരിക്കേണ്ട പ്രായമായില്ലേ? നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ അങ്ങക്ക് മന്നത്തപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറു പ്രഭാഷണം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ? ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പറയണ്ടേ? കാരണം നമ്മുടെ എത്രയോ മഹനീയ വ്യക്തിത്വങ്ങളാണ് ഉപരാഷ്ട്രപതി മുതൽ ഗവർണർ വരെ അപമാനിക്കപ്പെട്ടത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി രൂക്ഷമായ ഭാഷയിൽ പറയേണ്ടി വരും. ഏതായാലും ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.